ഗാസയിലെ അതീവ ഗുരുതരമായ മാനുഷിക ദുരന്തം അവസാനിപ്പിക്കുന്നതിലും യുദ്ധാനന്തര പാലസ്തീന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും നേതൃപരമായ പങ്കുവഹിക്കാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച് പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ഭാരവും ഇസ്രായേലുമായുള്ള സൗഹൃദ ബന്ധവും പാലസ്തീൻ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ സഹായിക്കുന്നതിന് ഇന്ത്യക്ക് അതുല്യമായ സ്ഥാനം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അംബാസിഡർ ഈ നിലപാട് വ്യക്തമാക്കിയത്. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ്, ഇന്ത്യയല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യയെ ആഗോള ദക്ഷിണേന്ത്യയുടെ സ്വാഭാവിക ചാമ്പ്യനായി അദ്ദേഹം ആവർത്തിച്ച് വിശേഷിപ്പിച്ചു. ഇസ്രായേലുമായുള്ള ബന്ധം ക്രിയാത്മകമായി ഉപയോഗിക്കാനും ഗാസയുടെ ഏതൊരു പുനർനിർമ്മാണ പദ്ധതിയിലും ഒരു പ്രധാന പങ്കാളിയാകാനും അദ്ദേഹം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും രാജ്യങ്ങളോടുള്ള സമാധാനപരമായ ഇടപെടലുകൾ കൊണ്ടും ലോകരാഷ്ട്രങ്ങൾ മുൻനിരയിൽ നിൽക്കുന്ന നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള ഇന്ത്യയുടെ നേതൃത്വം ആക്രമണ സാഹചര്യങ്ങളിൽ അത്യന്താപേക്ഷിതമാണെന്നും പല നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട്.